വലിയ ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് നമുക്ക് കർത്താവ് നൽകുന്ന അഭിഷേകം സ്വീകരിക്കുവാനായി ആഗ്രഹിക്കാം. 29-ാം സങ്കീർത്തനം 7-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. 29-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവം സംസാരിക്കുമ്പോൾ അഗ്നി സാന്നിധ്യം വെളിപ്പെടുകയാണ്. ദൈവ ശബ്ദം നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങുമ്പോൾ, കർത്താവിന്റെ ശബ്ദം സഭയിൽ ആഞ്ഞടിക്കുമ്പോൾ സഭ മുഴുവനിലും ആത്മാവിന്റെ തീ കത്തുകയാണ്. ദൈവം സംസാരിക്കുമ്പോൾ മാനസാന്തരങ്ങൾ സംഭവിക്കുകയാണ്, വിടുതലുകൾ സംഭവിക്കുകയാണ്. ദൈവശബ്ദം മുഴങ്ങുമ്പോൾ സാത്താൻ കോട്ടകൾ തകരുകയാണ്. അനേകം ആത്മാക്കൾ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ സമൃദ്ധിയിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ ശബ്ദം തീജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഈ സമയം തീ സാന്നിധ്യം എനിക്ക് നൽകണമേ, അഗ്നി സാന്നിധ്യം നൽകണമേ. എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങള്, ഇരുട്ടിന്റെ ശക്തികള്, നാരകീയ രൂപികള്, തിന്മയുടെ ആധിപത്യങ്ങള്, കർത്താവേ അങ്ങയുടെ ജീവനുള്ള തീ സാന്നിധ്യത്താൽ നിർവീര്യമാക്കണമേ. ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. അനേകം ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി സാന്നിധ്യം ഇറങ്ങി വരുന്നു. ജീസസ് 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 ജീസസ്. കർത്താവേ ഞങ്ങളെ നിറയ്ക്കണമേ. വീണ്ടും വചനം പ്രഖ്യാപിക്കുന്നു, 29-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. എന്താ പരിശുദ്ധാത്മാ പറയുന്നത്? കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവനെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞേ, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഒരല്പം കൂടി സ്വരം ഉയർത്തി പറഞ്ഞേ, കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് സംസാരിക്കുമ്പോൾ ജീവൻ വെളിപ്പെടുകയാണ്. കർത്താവ് സംസാരിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ലാസറേ പുറത്തു വരിക. കർത്താവ് സംസാരിച്ചപ്പോൾ മരണം മാറി, ജീവൻ വെളിപ്പെട്ടു. മരിച്ച യുവാവിന്റെ ശവമഞ്ചത്തിൽ തൊട്ട് കർത്താവ് പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക, മരണം മാറി, ജീവൻ വ്യാപരിച്ചു. കർത്താവിന്റെ ശബ്ദം ശക്തി നിറഞ്ഞതാണ്, ശക്തി നിറഞ്ഞതാണ്. ഈ ശക്തിയുടെ സാന്നിധ്യത്താൽ നമ്മൾ എത്ര പേര് നിറയാൻ ആഗ്രഹിക്കുന്നു? എത്ര പേര് ആഗ്രഹിക്കുന്നു? അവർ സ്വരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. എന്റെ സഹോദരങ്ങളെ, ഇന്ന് വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന, പ്രവാചക ആത്മാവിൽ ജീവിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അന്ത്യകാല പ്രേക്ഷിതരുടെ പ്രധാന ചൈതന്യം പ്രവാചക ആത്മാവിൽ ജീവിക്കുന്നവരാണ്. പ്രൊഫറ്റിക് പവർ, പ്രൊഫറ്റിക് അനോയിന്റിംഗ്, പ്രൊഫറ്റിക് ഫയർ. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയുടെ സമയമാണിത്. 1 സാമുവേൽ 10:10 ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സാവൂളും ഭൃത്യന്മാരും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സാവൂളിന്റെ മേൽ ശക്തമായി ആവസിക്കുകയാണ്. ഒരു വലിയ പ്രവാചക ഗണത്തിന്റെ മേൽ പ്രവചനത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഈ വ്യാപനത്തിന്റെ ശക്തി സാവൂളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സാവൂളും പ്രവചിക്കുകയാണ്. സാവൂളും ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. സാവൂൾ ദൈവത്തിന്റെ പ്രവാചകനായി മാറുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ പ്രവചനങ്ങൾ വെളിപ്പെടും. പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ പ്രവചനങ്ങൾ വെളിപ്പെടും. പ്രവാചക ആത്മാ വെളിപ്പെടും. പ്രവാചക ശക്തി വെളിപ്പെടും. ഈ ശക്തിയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. ഈ ശക്തിയാണ് നമ്മുടെ സമൂഹങ്ങൾക്ക് ആവശ്യം. ഈ ശക്തിയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം.